ശ്രീ മുഹമ്മദ് ജാബിർ, ഇവിടെ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം UAE ഒരു സന്ദർശനം നടത്തിയിരുന്നു. വലിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ വാഗ്ദാനങ്ങളൊന്നും, പെൻഷൻ അടക്കം കൊടുക്കുന്നതാണ് പറഞ്ഞത്, ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. മാത്രമല്ല, പ്രവാസി സ്വപ്ന പദ്ധതി അത് പെട്ടെന്ന് നടപ്പിലാക്കും, അതിനുവേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ സ്വപ്ന പദ്ധതികൾ, അവയുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയില്ല. ഇത് കുറച്ച് ദിവസം വാർത്തയായി ഓടിയെന്നല്ലാതെ അത് യാഥാർത്ഥ്യമായോ എന്നതിനെക്കുറിച്ചും അറിയില്ല. പ്രവാസി മലയാളി എന്ന നിലയിൽ താങ്കളാണ് അതിന് പറയേണ്ടത്. മാത്രമല്ല, കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഏതെങ്കിലും പ്രവാസി തയ്യാറാകുമോ? നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇവിടെ നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചവരുടെ ദുരവസ്ഥ, അത് പല കേസുകളുണ്ട്, അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒളിച്ചോടുകയാണ് ആളുകൾ. അന്യ സംസ്ഥാനങ്ങളിൽ പോയി നിക്ഷേപം നടത്തുന്നു, അവിടെ വ്യവസായങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിൻ്റെ അവസ്ഥ, സാമൂഹിക പരിതോവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ബിസിനസ് തുടങ്ങും, അല്ലെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ അതിനൊക്കെ ഒരു ചാലക ശക്തിയായിട്ട് വർത്തിക്കേണ്ടതാണ് ഈ സഭ. പക്ഷേ ആ സഭ ഇങ്ങനെ കൂടുന്നു എന്നല്ലാതെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. അതല്ലേ അതിൻ്റെ ശരി. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ നടത്തിപ്പ് അത് കുറേ കൂടി ജനകീയം ആക്കണം. മാത്രമല്ല, ചില തൽപരകക്ഷികളെ മാത്രം സഭയിലേക്ക് കൊണ്ടുവരുന്നു, അവർക്ക് പല ബെനിഫിറ്റുകളും കിട്ടുന്നുണ്ടാവും, അത് പരിശോധിച്ചാൽ അറിയാനും സാധിക്കും. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ സഭാ സമ്മേളനങ്ങളെ മാറ്റണം എന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഭരണകൂടത്തിനുണ്ടെങ്കിൽ ഈ രീതിയിലാണോ സഭ സംഘടിപ്പിക്കേണ്ടത്? സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കസും ഇല്ലാത്ത, അതല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടി എന്ന് കൂടുന്നവർക്ക് പോലും അറിയാത്ത ഒരു സഭയായി ലോക കേരള സഭ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് യുടെ മണ്ണിൽ വന്ന് പ്രഖ്യാപിച്ച കുറെ കാര്യങ്ങളും, പ്രവാസികളുടെ പുനരധിവാസം, ജോലി നഷ്ടപ്പെട്ട പ്രവാസിക്ക് 6 മാസം വരെയുള്ള ശമ്പളം, അതുപോലെ തന്നെ കെട്ടിട സമുച്ചയം, പാർപ്പിട സമുച്ചയം, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്കൂൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രഖ്യാപിച്ച് പോയതല്ലാതെ അതിനുശേഷം അതൊക്കെ എന്താണ് സംഭവിച്ചതെന്നത് പോലും ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലോക കേരള സഭ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുന്നത്? ലോക കേരള സഭ കേരളത്തിന്റെ കലകളെ പ്രോത്സാഹിപ്പിക്കാനോ, കേരളത്തിന്റെ തനത് സാംസ്കാരിക മൂല്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാനാണ്? അതല്ല ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രവാസികളുടെ അവന്റെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനാണോ എന്നുള്ളതാണ് ഇത് ആദ്യം ഇവിടെ പറയേണ്ടത്. താങ്കൾ ഇപ്പം പറഞ്ഞു, മുഖ്യമന്ത്രി അയച്ചു തന്ന കമ്മ്യൂണിക്കയിൽ പറയുന്നു കലാമണ്ഡലത്തിന്റെ അതല്ലെങ്കിൽ കഥകളി അത് അമേരിക്കയിൽ അല്ലെങ്കിൽ US ഞങ്ങൾ അത് അരങ്ങേറ്റം നടത്തും. അതാണ് ഇവിടുത്തെ പ്രവാസികളുടെ വിഷയം. മുഖ്യമന്ത്രി എവിടെ പോകുമ്പോൾ, രാജ്യത്ത് എവിടെ പോകുമ്പോൾ, അതായത് അമേരിക്കയിൽ പോയാലും ശരി, ജർമ്മനിയിൽ പോയാലും ശരി, ഇറ്റലിയിൽ പോയാലും ശരി, UAE ഇറങ്ങിയിട്ടാണല്ലോ പോകാറുള്ളത്. UAE ഇറങ്ങിയിട്ട് പോകുമ്പോൾ അദ്ദേഹം പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. UAE ജബലയിലുള്ള, അതല്ലെങ്കിൽ സോനാപ്പൂരുള്ള, അതുപോലെ തന്നെ ഷാർജയിലുള്ള, സജ്ജയിലൊക്കെ ഉള്ള ലേബർ ക്യാമ്പുകളിൽ അദ്ദേഹം ഒന്ന് പോകണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്താണ് പ്രവാസി എന്നുള്ളത്. പ്രവാസി എന്നുള്ളത് ലോക കേരള സഭ കൂടുമ്പോൾ അവിടെ കൂട്ടും സൂട്ടും ഇട്ട് വന്നിരിക്കുന്ന കുറച്ച് പേരല്ല പ്രവാസി, മറിച്ച് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പേരാണ് പ്രവാസി എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അതിന്റെ ഉള്ളിൽ പോകണ്ട, ക്യാമ്പുകളിൽ നിങ്ങൾ പോകണ്ട. കാരണം നിങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് മൂക്ക് പൊത്തേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾക്ക് ആ പരിവരുത്ത മണ്ണിലൂടെ നടക്കാനൊന്നും സാധിച്ചെന്ന് വരും. പക്ഷെ അതിന്റെ മുന്നിലൂടെ ഒന്ന് വഴി പോകാനെങ്കിൽ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ ലോക കേരള സഭകൾ ഇതുപോലെ എല്ലാം നിങ്ങൾ സംഘടിപ്പിക്കുക. ഇപ്പോൾ ആടുജീവിതത്തിൽ ബെന്യാമിന്റെ കഥാപാത്രമായിട്ടുള്ള ആളെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നത് കണ്ടു, നല്ലത്. അദ്ദേഹം ഇന്ന് ലൈം ലൈറ്റിലാണ്. അദ്ദേഹം ഇന്ന് എല്ലാ പ്രയാസങ്ങളും മാറി ഇന്ന് ഒരു വലിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നത്. മറിച്ച്
അദ്ദേഹത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 10,000-ങ്ങളിൽ നിന്ന് 2 പേരെങ്കിലും കൊണ്ടുപോയിട്ട് ഇതാണ് പ്രവാസി, ഇതാണ് ഞങ്ങളുടെ വിഷയമെന്ന് ലോകത്തിന്റെ മുന്നിൽ അവിടെ പറയിപ്പിച്ചിരുന്നെങ്കിൽ ഈ ലോക കേരള സഭയ്ക്ക് ഞങ്ങൾ സല്യൂട്ട് അടിക്കുമായിരുന്നു. അതിന് പകരം നിങ്ങൾ അവിടെ ആരെയൊക്കെ കൊണ്ടുപോയി ആരെയൊക്കെയാണ് സംസാരിപ്പിക്കുന്നത്? ഈ കഥാപാത്രം തന്നെ ഏറ്റവും വലിയ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഇന്ന് അവിടെ ലോക കേരള സഭയിൽ സംസാരിക്കുന്നതുകൊണ്ട് എപ്പോഴാണ് അദ്ദേഹം അവിടെ സംസാരിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത്? അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റിയായി മാറുകയും ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി നിങ്ങൾ സംസാരിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ അവസ്ഥയിലുള്ള 10,000-ങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കുക. കോവിഡ് കാലം, ഞാൻ കോവിഡ് കാലത്തെ ലോക കേരള സഭ അംഗമാണ്. കോവിഡ് കാലത്ത് ഒരു മീറ്റിംഗ്, ഒരു ഓൺലൈൻ മീറ്റിംഗ് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പക്ഷെ ഇടതുപക്ഷ സംഘടനകൾ അടക്കമുള്ള പ്രവാസി സംഘടനകൾ, ഞാൻ അവിടെ ഒരു വേർതിരിവും കാണുന്നില്ല. ഇടതുപക്ഷ സംഘടനകൾ അടക്കമുള്ള പ്രവാസി സംഘടനകൾ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലഘട്ടങ്ങളിൽ ഇവിടെ നടത്തിയത്. പക്ഷെ അത് ഏകോപിപ്പിക്കാൻ ഒരു ലോക കേരള സഭയും ഉണ്ടായിരുന്നില്ല. കേരള ലോകസഭ ഉള്ളത് എന്തിനാണ്? കുറെ പേർക്ക് അവിടെ ഫെലോഷിപ്പ് നടത്താനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള. അല്ല ജാബിർ, ആ സമയത്ത് ലോക കേരള സഭ അംഗമായിട്ടുള്ള താങ്കളെ പോലും കോണ്ടാക്ട് ചെയ്തിരുന്നില്ലേ ഇവിടെ നിന്നാരും? ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരു മീറ്റിംഗ് പോലും ഒരു ഓൺലൈൻ മീറ്റിംഗ് പോലും അന്ന് നടന്നിരുന്നില്ല. ഞങ്ങൾക്ക് എത്രയോ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തിയതാണ്. ഞങ്ങളൊക്കെ അന്ന് ഫീൽഡിൽ ഉണ്ടായിരുന്നവരാണ്. 24/7 പ്രവാസികളുടെ ദുരിതങ്ങൾ അറിഞ്ഞുകൊണ്ട് നടന്നവരാ. പക്ഷെ ഈ ലോക കേരള സഭ എന്ന് പറയുന്ന ലോക കേരള സഭയുടെ 10-15 അംഗങ്ങൾ അന്ന് യുഎയിലുണ്ട്. പക്ഷെ ഒരു മീറ്റിംഗ് പോലും അന്ന് ഈ കേരള ലോകസഭയുടെ പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരുന്നില്ല. ഈ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കെട്ട് കാഴ്ചകൾ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്? ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. അത് പ്രവാസ ജീവിതം എന്നാരംഭിച്ചോ അന്ന് മുതലുള്ള ഞങ്ങളുടെ ദുരിതമാണ്. 10,000-ങ്ങൾ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ. ഒരു കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ മുഴുവൻ സമ്പാദ്യങ്ങളും ടിക്കറ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു വിഷയങ്ങളിലൊക്കെ എന്ത് തരത്തിലുള്ള അഡ്രസ്സാണ്, എന്ത് തരത്തിലാണ് ഈ ലോക കേരള സഭ അതല്ലെങ്കിൽ സർക്കാർ ഈ പറയുന്ന സംവിധാനങ്ങൾ ഇടപെട്ടിട്ടുള്ളത് നിങ്ങൾ പറയണം. വ്യവസായത്തെ കുറിച്ച് പറഞ്ഞു. സാഹചര്യ പോലുള്ള പ്രവാസി വ്യവസായികൾ കെട്ടിത്തൂങ്ങി ചത്ത കഥകളൊക്കെ അതൊക്കെ ഒരുപാട് പറഞ്ഞത് വീണ്ടും ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടന്നു വരുന്നില്ല. അങ്ങനെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസിക്ക് അവന്റെ കാശല്ലാതെ വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു യാഥാർത്ഥ്യം തുറന്നങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ പ്രവാസിയുടെ കാശ് ആവശ്യമുണ്ട്. പ്രവാസിയുടെ കാശ് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള സഭകൾ നടത്തുമ്പോൾ അതുപോലുള്ള ആൾക്കാർ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജയിലോ സോനാപൂരുള്ള ലേബർ ക്യാമ്പിലുള്ള പാവപ്പെട്ടവനെ രണ്ട് ഭാഗം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തവൻ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ടിക്കറ്റ് അടക്കി ഇവര് കൊടുക്കേണ്ടി വരും. അതല്ലാതെ അവനൊന്നും കിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? അങ്ങോട്ട് വല്ലതും കിട്ടുമോ നോക്കി കൊണ്ടുപോവുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൂർത്ത് അവസാനിപ്പിച്ച് പ്രവാസികൾക്ക് ഗുണകരമായ, പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാവണം. എത്ര പേര് ഇവിടെയുള്ള നേരത്തെ സുഹൃത്ത് സംസാരിക്കുന്നത് കേട്ടു, പ്രവാസികളുടെ അത്രയും തൊഴിൽ നൈപുണ്യമുള്ള, അതായത് മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ലോകത്തെവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഭൂമിയിൽ മല്ലടിക്കുന്ന ഈ പ്രവാസി, അവൻ മൾട്ടി സ്കിൽഡാ. നിങ്ങൾക്ക് നാട്ടിൽ എ സി റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ സി ടെക്നീഷ്യനെ കാണേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു മേസൻ വേണം, അതല്ലെങ്കിൽ മറ്റൊരാൾ വേണം. ഇവിടെ എല്ലാം അറിയുന്നവനായി പ്രവാസി. അവൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. കാരണം അവന് ജീവിതം പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള പ്രവാസികൾ ഇവിടുന്ന് ജോലി നഷ്ടപ്പെട്ട നാട്ടിലെത്തി കഴിഞ്ഞാൽ അവര് തേരാപ്പാര നടക്കുകയല്ലാതെ അവർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? അവന്റെ ഈ തരത്തിലുള്ള അവന്റെ ഈ കഴിവിനെ നിങ്ങൾ പരിപോഷിപ്പിക്കാൻ, അതല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും വേദി ഇന്ന് നാട്ടിലുണ്ടോ? അപ്പൊ അത് കാരണം ഒരിക്കൽ കൂടി പറയുന്നു, പ്രത്യേകിച്ച് പാവപ്പെട്ട കുവൈറ്റിലുള്ള പ്രവാസികളുടെ കണ്ണീർ ഉണങ്ങുന്നതിന് മുമ്പിൽ നിങ്ങൾ നടത്തിയ ഈ കൊടുംചതി, അതല്ലെങ്കിൽ ഈ ആഭാസം, അതിൽ ഒരിക്കലും പ്രവാസി പുറത്തു തരില്ല. പ്രവാസി മനസ്സ് പുറത്തു തരില്ല. മലയാളി മനസ്സ് പുറത്തു തരില്ല.